ശ്രീധരേട്ടാ കഴിഞ്ഞില്ലേ? പത്രം ഒന്നും എടുത്ത് വെച്ചില്ലേ? മാഡത്തിന് ഇന്ന് നേരത്തെ പോണോട്ടോ. ഇടി ഇവിടെ തൂക്കാതെ അപ്പുറത്തെങ്ങാനും പോവാൻ നോക്ക്. പോ. മാഡം ഇറങ്ങുന്ന സമയത്ത് ഓരോന്ന് ചൂലുമായിട്ട് വന്ന് നിന്നോളൂ. ഞാനങ്ങ് പോയേക്കാം. കാപ്പി അവിടെ വെച്ചേക്ക്. രാഗമായി നിന്നു പൂർണ്ണേന്ദു സ്നേഹ വസു, വസുന്ധരേ, കേട്ടില്ലേ? ഞാനിപ്പോ ആ CD പ്ലെയർ ഓഫാക്കി പോന്നേ ഉള്ളൂ. നിനക്കെന്താ ചെവി കേട്ടൂടെ? നീ അവനെ വഷളാക്കുന്നേ. നോക്കണ്ട. ആരോട് ഇന്നലെ എപ്പോഴാ എത്തിയത്? അറിയില്ല. ഡോറ് തുറന്നു കൊടുത്താരാ? രമയായിരിക്കും. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? നിനക്ക് ചെവി കേട്ടൂടെ? ഇതെന്താ ബാറോ അതോ കല്യാണം വീടോ? ഞാനെന്ത് പറഞ്ഞാലും ആർക്കും ഇഷ്ടമല്ലല്ലോ. അതെങ്ങനാ? തള്ളയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? പാട്ടും ബഹളവും കേട്ട് പരിസരവാസികൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ഇന്നേ അവന്റെ അമ്മയുടെ കല്യാണമാണെന്ന് പറയട്ടെ. മഴ പോലെ അഴകുള്ള പെണ്ണെ. അരുൺ, എന്താ മോനെ ഇത്? ഡാഡി താഴെ കലിതുള്ളി നിൽക്കുക. മോന് ഇഷ്ടമുള്ള സോങ് നിനക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വെച്ചാ പോരെ? എനിക്കിന്ന് 2-3 കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. വരാൻ വൈകൂട്ടോ. അല്ല, എന്താ നിന്റെ പ്രോഗ്രാം? ഒരു പ്രോഗ്രാമും ഇല്ല മമ്മി. ഉച്ചവരെ ഒന്ന് ഉറങ്ങണം. ഇന്നലെ എപ്പോഴാ എത്തിയത്? വെളുപ്പിനാ മമ്മി. എവിടെ പോയിന്നോ, എന്തിനു പോയിന്നോ ഞാൻ ചോദിക്കുന്നില്ല. അഡ്വക്കേറ്റ് വസുന്ധരയുടെ മകനാണെന്ന കാര്യം നീ മറക്കരുത്. പോയിട്ട് വരാം. ശരി മമ്മി. അരുൺ ഉണ്ടാവും. അവന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കണം. ഞാൻ വരാൻ വൈകും. ശരി.
ഡേ ഡേ ആ നിനക്കൊക്കെ എന്താ ഇവിടെ പണി? ഇങ്ങോട്ട് മാറിയേക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഷൂ പോളിഷ് ചെയ്തിട്ടില്ല. ഈ ഡ്രസ്സാണെങ്കിൽ അയൺ ചെയ്തിട്ട് ചുളിവ് പോലും മാറിയിട്ടില്ല. അപ്പുറത്തെ കാല് ഉച്ചയ്ക്ക് ഊണിന് ഞാനുണ്ടാവും. സമയത്തിനും കാലത്തിനും വല്ലതും ഉണ്ടാക്കാൻ കഴിയോ? ആ എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? പറഞ്ഞതുപോലെ കേട്ടോ? കേട്ടു. വേഷം കെട്ടി നിന്നാ പോരാ, അടുക്കളയിലെ കാര്യം വല്ലതും നോക്കണം. നിനക്കൊക്കെ മാസാമാസം ശമ്പളം വേണ്ടി തരുന്നേ മോക്ഷം കിട്ടാനല്ല. പോ. അതെ, ഒരു മിനിറ്റ്. ഇൻകം ടാക്സ് ഓഫീസിലെ ജോസാറിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഇവിടെ അല്ലേ? അതെ, നേരെ പോയാൽ മതി. താങ്ക്സ്. ഹായ് അരുൺ. ഹായ്. ഹലോ. ഒരു പാവം ബിസിനസ്സുകാരനാണേ. ഇല്ല, ഒരു 1.5 കോടി വേണ്ടി വരും. ഇല്ല, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ, കാണാം. അമ്മ വന്നില്ലേ? ഇല്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മോനെ താങ്ക്സ് പറ. അരുൺ ഇരിക്കെ. ശരി സാർ. നമസ്കാരം. ഡോക്ടറെ, സുഖമല്ലേ? സുഖം. ജോസേ, ഞങ്ങൾ വരാൻ വൈകിയോ? ഇല്ല സർ. അപ്പൊ ജോസേ, എന്നാ ചടങ്ങ് ആരംഭിക്കാം അല്ലേ? ശരി സർ. Happy birthday to you. ഡാഡി, എന്താ മോളെ, എന്ത് പറ്റി? എന്താ മോളെ? എന്താ പറ്റി? കുഴപ്പമില്ല ഡാഡി. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. വാ. മമ്മി, എന്താ മോനെ? ഈ ഡാഡി എന്താ ഇങ്ങനെ? മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്താലും കുറ്റമാ. ഓ, അതാണോ കാര്യം? അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. നമ്മളോട് സ്നേഹമുള്ളവരെയും നമ്മളെ ശാസിക്കും.
നോ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. ഈ ഡാഡിയും മമ്മിയും രണ്ടാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ കാണുന്നതല്ലേ. നിങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതോ ഒരുമിച്ച് ബെഡ്റൂം ഷെയർ ചെയ്യുന്നതോ പോലും ഞാൻ കണ്ടിട്ടില്ല. മമ്മിയൊന്നും പറഞ്ഞില്ല. അത് ഞങ്ങളുടെ ജോലി തിരക്കൊണ്ടല്ലേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മമ്മി ഒരു ബെസ്റ്റ് നടിയാ. ആ കേട്ടോടി വസു, ഇന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സഹപ്രവർത്തകർ ചോദിക്കുക, സത്യശീലൻ സാറിന്റെ മകൻ ഏതു സീരിയലിലാണ് അഭിനയിക്കുന്നതെന്ന്. എന്നാ ഈ പണി തുടങ്ങിയത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിച്ചത് തന്നോടല്ല, അവൻ പറയട്ടെ. മനസ്സിലായില്ല. ആഹാ, എങ്കിൽ മനസ്സിലാവുന്ന രീതി പറയാം. DYSP സത്യശീലന്റെയും വസുന്ധരയുടെയും മകൻ അരുൺകുമാറിന്റെ കാമകേളി, അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുക. ആ, നമ്മുടെ മോനിപ്പോ വലിയ ഫേമസ് അല്ലേ? നിനക്കെന്താ പറയാനുള്ളത്? എന്താ അരുൺ, എന്താ മോനെ ഇതൊക്കെ? കഴിഞ്ഞ ദിവസം ജോസാറിന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന ഒരു പെൺകുട്ടി സ്ലിപ്പായി എന്റെ പുറത്തേക്ക് വീഴാൻ തുടങ്ങി. എന്താ സ്ലിപ്പായി? ആ, ബാക്കി പറ. ഞാൻ ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്തു. വസു, എന്തായാലും ഇവൻ തൻ്റെ മോൻ തന്നെയാ. കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രതികളെ കുരുക്കുന്നത് പോലെ കഥ മെനയാൻ ഇവനും മിടുക്കനാ. ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ. എന്താ തർക്കുത്തരം പറയുന്നു. ചവിട്ടി കൂട്ടും ഞാൻ. മോനെ, രമേ, രമേ, ആ ഒഴിക്കേ. ഇനി ഞാൻ ഒഴിച്ചുകൂടെ തരണം. ഇത് ബാറല്ല. അടുക്കള കാര്യത്തിൽ നിൽക്കുന്നവരെ ഇമാതിരി കാര്യത്തിനൊന്നും വിളിക്കരുത്. ഒരു നാലാംകട പോലീസുകാരനെ മാറരുത് പ്ലീസ്. DYSP സത്യശീലൻ സാറിന്റെ വീട് തന്നെ. അതെ, അത് ഇത് തന്നെയാ. അതെവിടെ ഉണ്ടോ? അയ്യോ, സാർ ഇവിടെ ഇല്ല, മാഡം ഉണ്ട്. ആ, ആരായാലും മതി, ഒന്ന് വിളിക്കും. ആ, ഞാൻ വിളിക്കാം. ആരാ? മനസ്സിലായില്ല. ഞാൻ കുന്നേൽ തരകൻ, ഒരു ചെറിയ ബിസിനസ്സുകാരനാ. മാഡത്തിനോട് എനിക്കൊന്ന് സംസാരിക്കണം. വരൂ. ശരി. വരൂ, ഇരിക്കൂ. ഞാനൊരു ചെറിയ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞല്ലോ. കുന്നേൽ ജുവലറി, കുന്നേൽ ടെക്സ്റ്റൈൽസ്, കുന്നേൽ ട്രാൻസ്പോർട്ട്, അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പേരിലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറയാം.
എനിക്ക് ഒരേ ഒരു മകളാ, ലിൻസി. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജോസിന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാനും വൈഫും മോളും പോയിരുന്നു. ആ ഫംഗ്ഷന് അരുണും ഉണ്ടായിരുന്നു. ആ, അത് തന്നെ പറഞ്ഞു വരുന്നത്. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മോള് സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴിക്ക് സ്ലിപ്പായി ഒന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അത് അവിടെ ഉണ്ടായിരുന്ന ഗുരുത്തം കെട്ട കുട്ടികളെല്ലാം കൂടി മൊബൈലിൽ പകർത്തി കുറെ വേണ്ടാധീനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ടത് മുതൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ ജലപാനം നടത്തിയിട്ടില്ല എൻ്റെ മോള്. അതൊന്നും ഞാൻ കണ്ടില്ല. അരുൺ ഏയ്, ഇവിടുത്തെ കുട്ടി വന്നല്ലോ. അരുണോട് വേണേ ചോദിക്കാം. പിന്നെ ആരെങ്കിലും ഓലപ്പാമ്പ് കാട്ടികളൊന്നും തളരുന്നവളല്ല എൻ്റെ മോള്. പിന്നെ അവൾക്കൊരു വിഷമം. ഇതൊക്കെ കാണുമ്പോ ഇവിടുത്തെ കുട്ടിക്ക് വിഷമമാവില്ലേ എന്ന് ഓർത്തിട്ടാണ് ഒരു സോറി പറയാൻ എൻ്റെ മോള് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ ഞാനിവിടെ വന്നെന്നും നിങ്ങളെ കണ്ടെന്നും പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് മോനൊരു ഉപകാരം ചെയ്യണം. ഞാനെന്താ വേണ്ടത്? മോന്റെ ഫോണിൽ നിന്ന് മോൻ അവളെ ഒന്ന് വിളിക്കണം. എന്നാലേ എൻ്റെ മോള് അവൾക്ക് വിശ്വാസമാവും. നമ്പർ ഇതാ 9605802090. ഓക്കെ, വിളിക്കുമല്ലോ. ശരി, ഞാൻ വിളിക്കാം. ശരി, എങ്കിൽ ഞാനങ്ങോട്ട്. ശരി, ആയിക്കോട്ടെ. നമസ്കാരം. ഇത്ര ചിരിക്കാൻ? തന്നെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതാ. അതെ, ഒരു പെൺകുട്ടി തനിച്ച് കാണണമെന്ന് പറയുമ്പോ ഒരു സുഹൃത്തിനെ കൂട്ടി വരുന്നത് ശരിയാണോ? അതുകൊണ്ട് ചിരിച്ചു പോയതാ. ഹലോ, എന്തെങ്കിലും ഒന്ന് പറയടോ. താൻ സംസാരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. താൻ എത്രയ്ക്ക് പാവമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായി. ഇരിക്കെ. എനിക്ക് പോണമായിരുന്നു. പൊയ്ക്കോ. പക്ഷേ എന്നൊന്നും ഓർത്തിരിക്കാൻ ഞാനൊരു സമ്മാനം തരട്ടെ. പെണ്ണ് വന്ന് ചാരത്ത് നിൽക്കണ പോലെ. ഞാൻ മമ്മിയോട് നിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? അരുൺ, മമ്മി എന്താ പറഞ്ഞേ? അത് കേട്ട് മമ്മി ചിരിച്ചു. എന്തിന്? ജോലിയും കൂലിയില്ലാത്ത നീയാണോ പ്രണയിക്കുന്നതെന്ന് ചോദിച്ച് മമ്മി ഭയങ്കര ചിരിയായിരുന്നു. അവസാനം മമ്മി ഒരു ഉപദേശവും തന്നു. കേൾക്കട്ടെ, എന്താ പറഞ്ഞേ? നല്ലൊരു ജോലി കണ്ടെത്തിയിട്ട് എന്ത് വേണം ആയിക്കോന്ന്. അരുൺ, ഞാൻ സ്നേഹിച്ചത്, എന്നെ ഇഷ്ടപ്പെട്ട, എന്നെ ആദ്യമേ സ്പർശിച്ച ഇയാളെയാണ്. മോളെ, അങ്കിളെന്താ ഇവിടെ? ഡാഡി ഉണ്ട്, വിളിക്കുന്നു. വരൂ. അരുൺ, ഡാഡി നാളെ കാണാവേ. വീട്ടിലെത്തിയാൽ ഉടനെ വിളിക്കാം. ഓക്കേ, ബൈ.
എന്താ മോളെ? മോളെ, കുട്ടിക്കാലത്ത് നീ കളിക്കോപ്പുകൾക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ ഞാനത് വാങ്ങി തന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത് മോളുടെ ലൈഫിന്റെ പ്രശ്നമാണ്. കുട്ടിക്കളിയല്ല ജീവിതം. മോൾക്ക് പറഞ്ഞ് മനസ്സിലായോ? കഴിഞ്ഞതൊന്നും മറക്കണമെന്ന് ഞാൻ പറയില്ല. അരുൺ എന്നും ഒരു നല്ല ഫ്രണ്ട് ആയിക്കോട്ടെ, പക്ഷേ ലൈഫും ഫ്രണ്ട്ഷിപ്പും കൂടി കൂട്ടിക്കുഴയ്ക്കണ്ട. ഇതിപ്പോ നമുക്ക് എന്തുകൊണ്ടും പറ്റിയ ബന്ധമാണ്. മോൾ അറിയും, ആഭ്യന്തരമന്ത്രി ജോസഫ് ഏലപ്പാറയുടെ മകനാ. പയ്യൻ ദുബായിലാ. വിവാഹം കഴിഞ്ഞാൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന പയ്യൻ എന്നോട് പറഞ്ഞത്. അതൊക്കെ വിവാഹത്തിന് ശേഷം ആലോചിച്ച പോരെ? നാളെ അവർ വരും. എന്തുകൊണ്ടും നല്ലൊരു ബന്ധമായത്. അവർക്ക് മോളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവർക്ക് വാക്ക് കൊടുക്കും. ദാ ഈ ജ്യൂസ് കുടിക്ക്. എനിക്ക് വേണ്ട. ഞങ്ങളോട് മത്സരിച്ച് വല്ല അസുഖവും വരുത്തി വെക്കരുത്. ഇത് കുടിക്കേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ ലിൻസി. നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നൊരുത്തനുണ്ടല്ലോ, ഞാൻ അവനെ വിളിച്ചു വരുത്തിക്കൊള്ളാം. സിറ്റി ഭരിക്കുന്ന DYSP സത്യശീലൻ. നാണമില്ലേ നിങ്ങൾക്ക്? പ്രായമായ ഒരു മകനുണ്ടെന്ന കാര്യം പോലും ഓർക്കാതെ നാണക്കേട്. പല പ്രാവശ്യം ഞാൻ നിങ്ങളെ വോൺ ചെയ്തിട്ടുണ്ട്. ഈ രീതി തന്നെ തുടരാനുള്ള ഭാവമെങ്കിൽ ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വരും. ഈ ബുദ്ധി നിനക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല? എന്തു ചെയ്യാം, മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതി. ഇപ്പോൾ മകനെ ഭയന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പല വൃത്തികേടുകളും ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നു. പക്ഷേ വികാര വിചാരങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാനെന്ന കാര്യം നീ മറന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചെത്തിയ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. പിന്നെ ഭാര്യ എന്ന മേൽവിലാസത്തിൽ ബലാത്കാരമായി എന്നെ കീഴ്പ്പെടുത്തിയപ്പോഴൊക്കെ ഒരു മരപ്പാവിയായി നിങ്ങളുടെ മണിയരിൽ കഴിയാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് നിങ്ങളെ, ഒരു പുഴുത്ത പട്ടിയെ പോലെ. തിരിച്ചു പോണം. ഒരു 5 മിനിറ്റ് നമ്മളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. രാവിലെ വരാൻ പറഞ്ഞല്ലേ, എന്നിട്ട് രാത്രിയിലാണോ വരുന്നത്? അത് മാഡം, ഞാൻ പശുപാലനോട് പറഞ്ഞതാ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ. അവൻ ഈ വിവരം അറിഞ്ഞ സമയം മുതൽ ഒരേ കുടിയാ. കുടിച്ച് ബോധമില്ലാതെ 4 കാലേ കിടക്കുക.
മാപ്പാക്കണം. ഇവിടുന്ന് വിളിച്ചാ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കൊണ്ടുവയ്ക്കോ, വെക്കോ. വാടി. തൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ നല്ലൊരു സുഹൃത്തെന്ന് നിലയ്ക്ക് ഞാൻ ചോദിക്കുക, ഈ ബന്ധം ശാശ്വതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അരുൺ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എന്നാ ദുബൈയിലേക്ക് മടങ്ങുന്നത്? അടുത്ത 14th. എന്താ? എനിക്ക് ആകെയുള്ള സുഹൃത്ത് നീയാ. നീ വരുമ്പോഴാണ് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്. ബീച്ചിലും പാർക്കിലും ഒക്കെ എന്നും കറങ്ങി നടക്കാമെന്നാണല്ലോ ജനസംസാരം. എന്താ എന്തോ പറ്റി? ലിൻസി, നീ എന്തിനെങ്ങനെ കരയുന്നേ? എന്തായാലും എന്നോട് പറയാലോ. കാര്യം എന്താന്ന് പറയൂ. മറ്റൊരാളുമായി നാളെ എന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുക ഡാഡി. അത് നാളെയല്ലേ, അതിന് ഇപ്പോഴേ കരയണോ? അരുണെല്ലാം തമാശയാ. അരുൺ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ലിൻസി, സാർ. തോമസേ, ആ വൈറ്റ് ഡാമറിൽ വിളിച്ചു പറഞ്ഞ് എനിക്കൊരു റൂം ശരിയാക്കും. ശരി സാർ. ഏറ്റവും കുറഞ്ഞത് 1 മാസത്തേക്കെങ്കിലും വേണ്ടി വരും സാർ. എനിക്കാണെന്ന് പറഞ്ഞാൽ മതി. ഹലോ. നിങ്ങളുടെ മോൻ പശുപാലനോടെ ഇല്ലേ? എന്നിട്ട് പോയെന്നോ? അവന്റെ പേരെന്താ? സുനിൽ. ഓട്ടോക്കാരനാ? ഓ ശരി ശരി, ഞാൻ അന്വേഷിക്കാം. പോയത് പോട്ടെ. കാണണമെന്നോ? വന്നോളൂ, ഞാൻ ഓഫീസിൽ കാണും. DYSP ഓഫീസിൽ പോയ തോമസ് സാറിനെ കണ്ടില്ലല്ലോ എന്നിപ്പോ ഓർത്തതേ ഉള്ളൂ. എന്താ തോമസ് സാറേ, എന്തോ ഒരു കോലടിച്ച ലക്ഷണം ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നാ തോന്നുന്നത്. സ്വന്തമായി താമസിക്കാൻ ഒരു മുറി വേണമെന്ന്. പുതിയ വല്ല സെറ്റപ്പ് ഒത്തോ സാറേ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അതറിയാൻ ഉഷാമാടത്തിന് എന്താ ഒരു തിടുക്കം. സാറിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാ. സത്യശീലൻ സാറിന് ഏത് കാര്യം അറിയണമെങ്കിൽ ദേ ഇവിടെ ചോദിച്ചാൽ മതി. തോമസ് സാറേ, ആക്കല്ലേ, മാർപ്പാപ്പാനെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കല്ലേ. സാർ, സാർ, വിസിറ്റേഴ്സ് ഉണ്ട്. വരാൻ പറയേ. സാർ. ഹലോ, എന്തൊക്കെയുണ്ട്? ഒരു വിസിറ്റർ ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഗോമതി അമ്മയോ? നമസ്കാരം, ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിർഭയമാർഗം കടന്നു വരാം, നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം. ഇരിക്കൂ ഗോമതി അമ്മേ, ഇരിക്കൂ.
അപ്പൊ രമ ഒളിച്ചോടി. അതെ. ഉം. സൈബർ സെൽ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പൊക്കണമെങ്കിൽ പൊക്കാം. വേണ്ട സാറേ, ഇനി അവൾ തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. കുട്ടിയെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം. എൻ്റെ മോൻ്റെ കുട്ടിയായി പോയില്ലേ. അവനൊരു നിർഗുണനാ സാറേ. എങ്കിലും എൻ്റെ മോൻ്റെ ഒരു തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ സാറേ. ഗോമതി അമ്മയ്ക്ക് എത്ര മക്കളാ? 3. ഇവള് മൂത്തവളാ, വനജ. ഇവളുടെ ഭർത്താവ് ദുബായിലാ. പിന്നെ ഇവളുടെ താഴെയാ പശുപാലൻ. പശുപാലിന് താഴെയാ അവള്. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫിനാൻസ് കമ്പനിയുടെ മാനേജരാ. ഓ, യുവർ നെയിം? വസന്ത. ഓ, നൈസ് നെയിം. ഗോമതി അമ്മേ, ഒരു പെറ്റീഷൻ എഴുതി എനിക്കിതാ. അവിടെ റൈറ്ററുണ്ട്, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, അവർ എഴുതി തരും. ചെല്ല്. ആ കുട്ടി അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. അവർ പോയിട്ട് വരട്ടെ, നമുക്ക് സംസാരിച്ചിരിക്കാം. പിന്നെ ഈ നീല കളർ ഇഷ്ടമാണോ? ഇഷ്ടാണ്. ശരിക്കും? സെയിം പിച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താ ഹോബി? കുക്കിംഗ് ഒത്തിരി ഇഷ്ടാ. ഓ, പഠിച്ചിട്ടുണ്ട്. ആഹാ. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കോ? ഫിഷ് കറി നന്നായിട്ട് വെക്കും. എനിക്കും ഫേവറേറ്റ് ഫിഷ് കറിയാ. ഫിഷ് എവിടെ കണ്ടാലും ഞാൻ വിടില്ല. അക്കൗണ്ട് ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് മതിയാവും. ബാങ്ക് അക്കൗണ്ട് അല്ല, ഫേസ്ബുക്ക് അക്കൗണ്ട്. ഓ, ഉണ്ട്. ഉണ്ടല്ലേ? ആ, FBയിലെ പേരെന്താ? വസന്തകുമാരി. വസന്തകുമാരി. കൊള്ളാം, നല്ല പ്രൊഫൈൽ ഫോട്ടോ. ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, കിട്ടിയോന്ന് നോക്കി. കിട്ടിയാ? ഇതാ ഒരു ഹായ് വിട്ട് വന്നില്ലേ? വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെസ്സഞ്ചറിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കും. എന്തെങ്കിലുമൊക്കെ റിപ്ലൈ അയച്ചോളണം, മനസ്സിലായോ? ചുമ്മാ ഇങ്ങനെ കുത്തിയാൽ മതിയല്ലോ. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? വാട്സപ്പ് ഉണ്ടല്ലോ. നമ്പർ എത്രയാ? നമ്പർ 98 88 88 87 47 47 0010. 0010. അതെ, അതെന്റെ നമ്പറാ. സേവ് ചെയ്ത് വെച്ചോ. ഓക്കേ സർ. ഞാൻ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അമ്മ വിളിക്കുന്നുണ്ട്. അതെയോ? ഞാൻ പൊക്കോട്ടെ സാർ. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. സീ യു. ബൈ. ബൈ. താങ്ക് യു. സീ യു. നമസ്കാരം. ഓ, നമസ്കാരം. വരൂ. നമസ്കാരം. അകത്തോട്ടിരിക്കാം. വരൂ. നമസ്കാരം. അപ്പോ സാറേ, കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് ആകെ ഒരേ ഒരു മകളാ. ഞങ്ങൾക്കും ആണു പെണ്ണുമായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ തരക സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരിട്ട് ഇടപഴകാൻ സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ തന്നെ സമയം ഉണ്ടായിട്ടല്ല, മോന്റെ കാര്യമായി പോയില്ലേ. ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നിരിക്കുക. അത് ശരിയാ. എന്തു പറയാനെന്റെ തരക സാറേ, നല്ലൊരു മഴ പെയ്ത് വെള്ളം പോകിയ, കടലൊന്ന് ഇളകി മറിഞ്ഞാൽ, കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ കിടക്കപ്പുറത്തില്ലാത്തത് മന്ത്രിമാർക്കാ അല്ലടോ? സാറൊരു സത്യം പറഞ്ഞ
അങ്ങനെ തന്നെയല്ലേ? അല്ല, മോളെ ഒന്ന് വിളിച്ചാൽ കാണായിരുന്നു. സമയം തീരെ വിളിക്കും. ഓ എടുത്ത് കഴിക്കും. എന്താ മോളുടെ പേര്? ലിൻസി തരകൻ. ഗുഡ് ഡേ. ഇത് എൻ്റെ ഒരേ ഒരു മകൻ ജോയ് ജോസഫ്. ആളൊരു ചെറിയ നാണക്കാരനാ. എന്നാലും നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാകുമല്ലോ. അല്ലെ, ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരല്ലേ? അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്ക് സംസാരിക്കണം. സംസാരിച്ചോളൂ. അത് ജോയിയോടല്ല, അങ്ങയോട്. എന്നോട് വരൂ. സമയം തീരില്ലേ? പോരാ, പറഞ്ഞോളൂ. മോൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. ഞാനും മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പതിവ്. ആരാ ഈ പ്രായത്തിൽ പ്രണയിക്കാത്തത്? പിന്നെ കല്യാണത്തിന് മുൻപ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആവാം. പക്ഷേ വിവാഹത്തോടു കൂടി എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കണം. പിന്നെ കുടുംബം, ഭർത്താവ്, കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു കുടുംബം ഉണ്ടാക്കുക. അതാണ് പെണ്ണിൻ്റെ കടമ. പിന്നെ ഇതൊക്കെ തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ എൻ്റെ മകന് ചേർന്ന പെൺകുട്ടി തന്നെയാ. സാർ, ഞാൻ പറഞ്ഞത് സാർ എന്നോട് ക്ഷമിക്കണം. സാറിൻ്റെ മകന് പരിശുദ്ധയായ ഒരു പെണ്ണിനെയാണ് വേണ്ടതെങ്കിൽ മറ്റൊരു ബന്ധം ആലോചിക്കണം. അതല്ല, മറ്റൊരു ചെറുപ്പക്കാരനാൽ കളങ്കിതയായ എന്നെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹത്തിന് മുന്നേ എനിക്കൊരു അബോർഷൻ ചെയ്യേണ്ടി വരും. എന്താ സാറേ? കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് എപ്പോഴേലും സംസാരിക്കാം. ഇപ്പൊ എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ടാ. അതൊക്കെ പിന്നീടാവാം. വന്നേ ചായ സമയമില്ലാത്ത നമസ്കാരം സാർ. സാർ എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? രാജ്മോഹൻ സാർ, ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ശരിയല്ല. മിനിസ്റ്റർ ഓഫീസിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. തനിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. സാർ, ഫൈനൽ ഡിസിഷൻ താങ്കളുടേത് മാത്രമായിരിക്കും. സോറി, ഞാൻ മാറ്ററിലേക്ക് വരാം. പറയണേ സാർ. ഞാൻ ചെയ്യാം സാർ. ആയിക്കോട്ടെ സാർ. സാർ ഓക്കെ. എടുത്തോ, നമുക്ക് പോവാം.
ഇറങ്ങി വാടാ, സാറ് വിളിക്കുന്നു. എന്താ നിന്റെ പേര്? അരുൺ. അരുൺ, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? ഓ, കാര്യം അറിഞ്ഞാലേ സാറ് വരുന്നുണ്ടോ? അറിയണം, വിളിച്ചാ മതി, ഞാൻ വന്നോളാം. ഇപ്പോ ഈ നിമിഷം താൻ എന്നോടൊപ്പം സ്റ്റേഷനിൽ വരണം. ഞാൻ എൻ്റെ കാറിൽ വന്നോളാം. കാറ് പിടിക്കേ, കാറ് താൻ എടുത്തോ. നീ വന്നേ. ഞാൻ ഡിവൈഎസ്പിയുടെ മകനാ. ഡിവൈഎസ്പിക്ക് എന്താടാ കൊമ്പുണ്ടോ? നടക്കടാ അങ്ങോട്ട്, എടുത്ത് കയറ്റവനെ. അങ്ങോട്ട് മാറിക്കടാ. ആ, ഇവനേതാ? സാറേ, ഇവനൊരു പ്രായമായ സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ നോക്കിയപ്പോ നാട്ടുകാർ പിടികൂടി ഇവിടെ എത്തിച്ചതാ. ഓ, അപ്പൊ പിടിച്ചു പറയാണ് കാര്യം. എന്താടാ നിന്റെ പേര്? റാക്കി. ഓ, ഇത് നമ്മുടെ പരുന്ത് റാക്കി. ഹാ, നിനക്ക് പറക്കാൻ അറിയാവടാ? ഇല്ല, പഠിച്ചിട്ടില്ല? ഞാൻ പഠിപ്പിച്ചേരാടാ. ഇങ്ങനെയാണ്ടാ കേട്ടോ, നീ പഠിക്ക. എടുത്ത് പോടാ അങ്ങോട്ട്. ഇങ്ങോട്ട് മാറിയല്ലടാ. ആ, നിന്നിങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണ് നിനക്കറിയോ? ഇല്ല. അറിയില്ല. കുന്നേൽ തരകനെന്ന് നീ കേട്ടിട്ടുണ്ടോ? അറിയാം. ആ, എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ മകൾ ലിൻസിയും ഞാനും അടുത്ത സുഹൃത്തുക്കളാണ്. സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളോ അതോ? എന്താടാ, ഞാൻ ചോദിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഇതുപോലായിരിക്കും പണി. മനസ്സിലായോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എങ്കിലേ ആ ഇഷ്ടമൊക്കെ ഇതോടെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം കേട്ടടാ. മിനിസ്റ്റർ ജോസഫ് സാറിന്റെ മകനുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഇനി നീ അവളെ കാണില്ല എന്നും നിങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്നും ഒരു പേപ്പറിൽ എഴുതി ഒപ്പിടെ. എന്താ, പറ്റുമോ? ഇല്ല. പിന്നെ പറയുന്നതും കേട്ടോണം, എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. എനിക്കൊന്ന് ഡാഡിയെ വിളിക്കണം. നിന്റെ ഡാഡിയും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. മിനിസ്റ്ററുടെ കേസാ. എഴുതി ഒപ്പിട്ട് തന്നാൽ സ്വസ്ഥമായി നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. അല്ലെങ്കിൽ കഥ മാറുമേ. അത് ഇറക്കടോ. ഇത് കണ്ടോ, ഇത് നിന്റെ കാറിൽ നിന്ന് കിട്ടിയതാ. ഇത് അരിപ്പൊടി ചോക്കോടിയൊന്നും അല്ല, പ്യുവർ ബ്രൗൺ ഷുഗർ. അല്ല, നീ എന്നോട്ടാ ബ്രൗൺ ഷുഗർ കച്ചവടം തുടങ്ങിയത്? എനിക്കറിയില്ല. അറിയില്ല? പക്ഷെ എനിക്കറിയാം. ഞാൻ പറയുന്നത് കേട്ടാൽ. ഇല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ കുറുക്കി ഞാനങ്ങ് അകത്തിടും. ജാമ്യമില്ലാത്ത കേസാ കോപ്പേ. അത് നിന്റെ തന്തയ്ക്കും അറിയാം കേട്ടോടാ. എന്തു പറയുന്നു? ഓക്കെ, നീ ആലോചിക്ക്. നിനക്ക് നല്ല ബുദ്ധി തോന്നിയാ നീ എന്നോട് പറയേ. മാറിയുണ്ട്. സർ, എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞില്ല. കേസൊന്നും ചാർജ് ചെയ്യണ്ട, ഒരു പേപ്പർ എഴുതി വാങ്ങിയാൽ മതി. അതല്ല സർ, വസുന്ധര മേഡം എനിക്കെതിരെ തിരിയുമെന്നാ എൻ്റെ പേടി. അവൾ എന്ത് ചെയ്യാനാ? ഒരു കേസുണ്ടാക്കാനൊന്നും പോലീസുകാരനെ ആരും പഠിപ്പിക്കണ്ടല്ലോ. സർ, എന്തായാലും ആരെങ്കിലും എത്താതിരിക്കില്ല. ഇനിയിപ്പോ മാഡം നേരിട്ട് വന്നാൽ? ഡോണ്ട് വറി, അതപ്പോൾ നോക്കാവുന്നേ. ശരി, ഓക്കെ സർ, ബൈ. താങ്ക് യു. May I come in, sir? Yes, come in. Sir, ഞാൻ വസുന്ധര മാഡം അയച്ച അഡ്വക്കേറ്റ്. ആ, ബെയിലിനാണോ? യെസ് സർ. ഇരിക്കെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അരുണിന്റെ പേരിൽ ഇതുവരെ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. ഓ, താങ്ക്സ് സർ. അരുണിനെ കുറിച്ച് ഒക്കെ അറിയാം. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സർ? സോറി വക്കീലേ, മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ
എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ആളെ എനിക്ക് കൊണ്ടുപോകാലോ? ഷുവർ. 1 സെക്കൻഡ് പ്ലീസ്. ഹലോ, രാജ്മോഹനാണ് സാർ. അരുണിൻ്റെ ബെയിലിനായി വക്കീൽ വന്നിട്ടുണ്ട് സാർ. ഇല്ല സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇവിടെ ഒരു പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് തരണം. അത് അയാളെ കൊണ്ട് ചെയ്യിക്കണം. ചെയ്യും സാർ. അരുണിനെ കൊണ്ടുവാ. ചെല്ലേ. വസുന്ധര മേഡത്തിനോട് പ്രത്യേകം പറയണം, ഞാനിതിൽ നിരപരാധിയാ. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ. എനിക്കത് മനസ്സിലാവുന്നുണ്ട് സാർ. താങ്ക് യു. ആ, ഇയാൾ പോയിക്കോ. അരുൺ, ഈ പേപ്പറിലും സൈൻ ചെയ്യണം. ചെയ്തോളൂ അരുൺ. പിടിക്കടോ. സൈൻ ചെയ്. ഞാൻ ഓക്കെ സാർ. അപ്പൊ ഇനി കൊണ്ടുപോകാം. തീർച്ചയായും. താങ്ക് യു. വരൂ. ആ വക്കീലേ, വസുന്ധര മേഡത്തിനോട് എത്രയും പെട്ടെന്ന് സത്യശീല സാറിനെ കാണാൻ പറയണം. മനസ്സിലായല്ലോ? ചെല്ല്. എക്സ്ക്യൂസ് മീ. ഓ സോറി. പോകണമെന്നില്ല, കടന്നു വരാം. വാ, ഇരിക്കേ. ആ, ഒരു റൂമിലേക്ക് കടന്നു വരുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. മാഡം അതൊക്കെ മറന്നു. സ്വന്തം വീട്ടിൽ ആ സമയത്ത് വേലക്കാരിയുമായിട്ടുള്ള അവിഹിത ബന്ധം പുറം ലോകം അറിയാതിരിക്കാൻ അവന്റെ പേരിൽ ഇങ്ങനെ ഒരു കെണി ഒരുക്കണമായിരുന്നോ? അതൊരു സില്ലി മാറ്റർ. മറ്റൊരാൾ അവനെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നമ്മുടെ മകൻ ശല്യപ്പെടുത്തുന്നു എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഈ കേസിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടെന്ന് വസുന്ധരയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേസ് എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഒന്നും അറിയാത്ത അവനെ അതുപോലൊരു കെണിയൊരുക്കി കൊടുക്കുമായിരുന്നു. ആ പെൺകുട്ടിയെ അരുൺ അറിയില്ലെന്നും ഇനി ഒരിക്കലും അവളെ കാണില്ലെന്നും സോമനസാല എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാ അഡ്വക്കേറ്റ് ശ്രീജിയോടൊപ്പം അവനെ പറഞ്ഞു വിട്ടത്. ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യയായിരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ ബന്ധം ഇവിടെ വെച്ച് ഞാൻ എന്നേക്കും അവസാനിപ്പിക്കുന്നു. അത് നന്നായി. അങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ താലി കെട്ടിയ ഈ കൈകൾ കൊണ്ട് തന്നെ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കും. ഇതിന് താൻ അനുഭവിക്കും. പോടി പോ. മമ്മി, ഡാഡി എന്നെ ഇത്ര കണ്ട് വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനാ. കുടുംബക്കാരുടെ ഭീഷണിക്ക് വഴങ്ങി ഈ മനുഷ്യനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു തന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരും എസ്ഐയും മാനസികമായി പീഡിപ്പിച്ചിട്ടും അടുത്ത മുറിയിലുണ്ടായിരുന്ന ഡാഡി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അങ്ങേർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. മമ്മി, ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രമേ പറയാവൂ. DYSP സത്യശീലൻ എൻ്റെ ഡാഡി തന്നെയാണോ? സോറി മമ്മി. എന്തിന്? എൻ്റെ വാക്കുകൾ മമ്മി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി.
മമ്മിക്ക് ഒരു വിഷമമില്ല മോനെ. നിന്നോട് സോറി പറയേണ്ടത് ഞാനാ. അതിന് മമ്മി എന്ത് തെറ്റാ ചെയ്തേ? തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഈ മമ്മിക്ക് അറിയില്ല. നിനക്ക് തിരിച്ചറിവായ കാലത്തെ പറയേണ്ടതായിരുന്നു. എന്ത്? നീ ഇന്ന് എന്നോട് ചോദിച്ചതിനുള്ള മറുപടി. മമ്മിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഇനി ഞാൻ ചോദിക്കുന്നില്ല. എനിക്കൊന്നും അറിയുകയും വേണ്ട. അറിയണം. DYSP സത്യശീലന്റെ മകനല്ല നീ എന്നുള്ള സത്യം. മോന അറിയാമോ, ഇന്നലെ വരെ അങ്കിൾ എന്ന് പറഞ്ഞ് മമ്മി നിന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ മുറച്ചെറുക്കൻ ഹരിഗോവിന്ദൻ എൻ്റെ എല്ലാമായിരുന്നു. ഞാനും ഹരിയും ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാ. വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു. ഹരിക്കൊരു ജോലി കിട്ടി. പക്ഷേ ഏറെ താമസിക്കാതെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ എൻ്റെ ഹരി പിന്നെ ഒരിക്കലും ഒരു വിവാഹത്തിനെ കുറിച്ച് എൻ്റെ മമ്മി ചിന്തിച്ചിട്ടില്ല മോനെ. സത്യശീലനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ മമ്മി ചെയ്തിട്ടുള്ളൂ. മോനെ മമ്മിയെ ശപിക്കരുത്. മോനെ മോനെ അരുൺ. വെള്ളം ഒഴിക്കേണ്ടി തരാം സാറേ. മതി മതി. എങ്കിലും എൻ്റെ സത്യശീലൻ സാറേ, ഞാൻ സാറിന് സമ്മതിച്ചിരിക്കുന്നു. എന്താണോ? അല്ല, പണത്തിന് വേണ്ടി പല പോലീസുകാരും പല വൃത്തികേടിനും കൂടി നിൽക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ തന്റെ സ്വന്തം മകന്റെ കാര്യമാണല്ലോ. എന്റെ മുതലാളി, സ്വന്തം മക്കളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുമോ? എന്റെ ഭാര്യ എന്ന് പറയുന്നവൾക്ക് അവളുടെ മുറച്ചെറുക്കൻ കൊടുത്ത സമ്മാനമാണ്. മുറച്ചെറുക്കനുമായിട്ട് അവളുടെ മാരേജ് ഫിക്സ് ചെയ്തിരുന്ന അപ്പോഴല്ലേ ഒരു ആക്സിഡന്റിൽ പെട്ട് അവൻ മരിച്ചത്. അതേതായാലും സത്യശീലൻ സാറിന് ഒരു ഗുണമായി. അവളെ ആദ്യമായി കോടതി വളപ്പിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ, സ്വന്തമാക്കണമെന്ന്. ബൈക്ക് മേടിച്ചാൽ ഹെൽമെറ്റ് ഫ്രീ എന്ന് പറയും പോലെ അവളെയും കിട്ടി, കൂട്ടത്തിൽ 3 മാസം ഗർഭവും. വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണല്ലോ. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ബലമായി പിടിച്ചു വാങ്ങുകയായിരുന്നു. പിന്നെ ഈ സത്യശീലനെ സന്തോഷിപ്പിച്ചത് മറ്റു പലരും. ഇനി അവളുമായൊരു ജീവിതമില്ല. അഡ്വക്കേറ്റ് മംഗലത്ത് വസുന്ധര. എടോ, നോക്കിയാൽക്കത് ഒഴിച്ചു കൊടുക്കണോ? സാറേ, വീട്ടിൽ നിന്ന്. ഹലോ. ഞാൻ ഉടനെ തിരിച്ചു വരാം. ഹലോ. അല്ലല്ല, ഞാൻ ഉടനെ ഇറങ്ങിയ കഴിഞ്ഞു. കേട്ടോ. എവിടെ എന്റെ മോൾ? എവിടെ? ഐസിയുല. അവിടെ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ല. വാർഡിലേക്ക് മാറ്റുമ്പോ കാണാം. സിസ്റ്റർ, എനിക്ക് ഡോക്ടറിനെ കാണണം. ഡോക്ടറുടെ റൂം. പോടാ.
എന്റെ മോള്. ഡോക്ടർ, ഐസിയിൽ കിടക്കുന്ന ലിൻസിയുടെ ഫാദറാ. ഓ, ഇനി പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ വന്നാൽ സീനിയർ ഡോക്ടർ പോൾ വർഗീസിനെ ഒന്ന് കാണണമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഓ, ഡോക്ടർ എവിടെയാ? ഇന്നിനി കാണാൻ കഴിയില്ല. നാളെ രാവിലെ സാറിൻ്റെ ക്യാബിനിൽ ചെന്നാൽ മതി. ഓക്കെ. ഏയ് വേണ്ട, മോള് കിടന്നോളൂ. ആ മോളെ, പപ്പയെ വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞു എൻ്റെ മോള്. ആനി, എനിക്കൊന്ന് ഡോക്ടറെ കാണണം. നീ മോളോട് എതിരൊന്നും പറയരുത്. വാശി അല്പം കൂടുതലാ. പപ്പയുടെ മോള് തന്നെയല്ലേ? ഡോക്ടർ. ആ, ഇരിക്കൂ. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ലിൻസിയുടെ ഫാദറാണ്. ആ, മിസ്റ്റർ തരകൻ. ആ, തരകൻ എത്ര കുട്ടികളാ? എനിക്ക് ഒരേ ഒരു മകളാ. നിങ്ങളീ സമ്പാദിക്കുന്നതൊക്കെ മകൾക്ക് വേണ്ടിയല്ലേ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ? എന്ത് ചോദ്യ ഡോക്ടർ ഇത്? അവൾ കഴിച്ചിട്ട് എനിക്ക് മറ്റെന്തുമുള്ളൂ. എന്നിട്ടാണോ അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ എതിരിക്കുന്നത്? അത് നിങ്ങളോ ഞാനോ ഒന്നും ജനിച്ചു വളർന്ന കാലമല്ലത്. കാലത്തിനൊത്ത് മാറാൻ കഴിയണം. ന്യൂ ജനറേഷന് അഡ്വൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരെ അവരുടെ വഴിക്ക് വിടണം. നല്ല മയക്കത്തിലാ. ഞാൻ വരാം. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? വരൂ, ഇരിക്കൂ. മാഡത്തിന് തന്നെ അറിയാലോ അല്ലേ? ആ, ഒരിക്കലും ഇവിടെ വന്നിരുന്നല്ലോ. ഇതെന്റെ ഭാര്യ ആനി, ഇതെന്റെ സഹോദരി ആലീസ്, ഇത് കാര്യസ്ഥൻ. ആ ലക്ഷ്മി, അതവിടെ വെച്ചോളൂ. ആ ലക്ഷ്മി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. കുറച്ച് ഫ്രൂട്ട്സാ. ഇതൊക്കെ എന്തിനാ? ഇരിക്കട്ടെ. ഇനി വന്ന കാര്യം പറയാം. എന്റെ മോൾ ലിൻസിയും അരുണുമായിട്ട് ഇഷ്ടത്തിലാണ്. പിന്നെ അവളിപ്പോ വല്ലാത്തൊരവസ്ഥയില. ഒരു ആത്മഹത്യാശ്രമം. എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആ കുട്ടി എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാൻ മറ്റൊരു വിവാഹത്തിൽ നിർബന്ധിച്ചു. നമുക്ക് നടത്തിക്കൂടെ? അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടത് അരുണാ. ഞാൻ അവനോട് സംസാരിക്കാം. ഹലോ. ഹലോ, അരുണിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അവിടെ ഡാഡിയൊക്കെ എത്തിയില്ലേ? മമ്മി വിളിച്ച് പറഞ്ഞു. താൻ എവിടാ? ഞാൻ പുറത്ത് നിൽക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ലാത്ത ക്ഷീണം. ഒന്നും ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഞാനൊരു പാട്ട് പാടി തരട്ടെ? താൻ പാടുവോ? പിന്നെ എന്നാ കേക്കട്ടെ. അങ്ങനെ ഇപ്പൊ കേൾക്കട്ടെ. പ്ലീസ് അരുൺ. കേൾക്കണം. ഇന്ന് സിനിമയ്ക്ക് പോവാന്നല്ലേ പറഞ്ഞേ? നമുക്ക് വീട്ടിൽ പോയിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയാൽ പോരെ? അരുൺ, അതല്ലേ നല്ലത്. അരുൺ, ഒരു മിനിറ്റ്. മോനെ, വസുന്ധര മാഡത്തോട് പറയണം ഡാഡിയുടെ തിരക്ക് കൊണ്ട് അങ്ങോട്ട് വരാൻ കഴിയാത്തതെന്ന്. എന്തായാലും ഞങ്ങൾ അടുത്ത് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്.
2-3 ദിവസം അവിടെ കഴിഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞു. മോനെ, മോളെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവൾക്ക് അവളുടെ ഭർത്താവാ. ആ കരുതൽ സ്നേഹമൊക്കെ വേണം. അത് കൈവിടാതെ സൂക്ഷിക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. അപ്പച്ചി ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ അവസ്ഥ ഒരിക്കലും നിനക്കുണ്ടാവരുത്. താലി കെട്ടിയ പുരുഷൻ മാത്രമേ എന്നും എന്തിനും കൂടെ ഉണ്ടാവും. മോളെ, അപ്പച്ചൻ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നും മമ്മി നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. മോള് പോയിട്ട് വാ. തരകന്റെയും വസുന്ധരയുടെയും നല്ല മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ്. ഹലോ, താൻ ആരാ? പറയുന്ന വാക്കിന് വില കൊടുക്കാത്തൊരു ഫ്രോഡ് അല്ലേ? അല്ലെങ്കിൽ താൻ ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്തു എന്നാ സാറ് പറയുന്നത്? ഒന്നും അറിയാത്തൊരു പാവം. കുറെ കോടികളുണ്ടെന്ന് കരുതി നെകളിക്കരുത്. വസുന്ധര എൻ്റെ ഭാര്യ. അവളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് മോളെ കെട്ടിച്ചു കൊടുത്ത പരമ നാറി. വീടില്ല ഞാൻ. സാറ് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിലോ നീ എന്തു ചെയ്യും? നിന്നെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ ചെയ്യും. നീ സർക്കാരിന്റെ കയ്യിൽ ഒരു കളിപ്പാവയാണ്. മാറി മാറി വരുന്ന സർക്കാരിന്റെ പിണിയാളായി കളം മാറ്റി ചവിട്ടുന്ന വെറും വൃത്തികെട്ട ബ്ലഡി റാസ്കൾ. ഞാനൊന്ന് വിചാരിച്ച ഒരു നിമിഷം മതി നിന്നെ അകത്താക്കാൻ. പിന്നെ നീ പുറം ലോകം കാണില്ല. ഡൂക്കിളി പോലീസുകാരെ ഭയപ്പെടുത്തി വരുതിക്ക് നിർത്തുന്നത് പോലെ ഈ തരകനെ നിർത്താമെന്ന് നീ ഇനി കരുതണ്ട. മുണ്ട് മുറുക്കി ഉടുത്തും വെട്ടിപ്പിടിച്ചും പടുത്തുയർത്തിയതാ തരകന്റെ സാമ്രാജ്യം. ഇതിനിടെ പല രാജ്യമെമ്പാലുകളും എനിക്കെതിരെ തല പൊക്കിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നേരിടണമെന്ന് ഈ തരകനറിയാം. നീ ഒരുങ്ങിയിരുന്നോ? കാണാം. അതെ, ആരായിരുന്നു ഫോണില്? അത് DYSP സത്യശീലൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവന്റെ തനിനിറം? വരട്ടെ, അവൻ എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. ശ്രീജ, മാഡം, അരുൺ എവിടെ? രണ്ടാളും കൂടെ പുറത്തുപോയി. ശ്രീജ, വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? അതെ. മോൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു മൈസൂർ പാലസ് കാണണമെന്ന്. ഈ വെക്കേഷന് കൊണ്ടുപോകാമെന്ന് അവൻ്റെ ഡാഡി ഏറ്റതാ. എന്റെ തിരക്കുകൾ കാരണം എന്നെ ഒഴിവാക്കി അച്ഛനും മോനും കൂടി പോയതാ. മൈസൂർ ബോർഡറിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ചു. എന്നെ തനിച്ചാക്കി രണ്ടാളും പോയി. ഇനി ഞാൻ തനിച്ച്. വിധിയാണെന്ന് കരുതി സമാധാനിക്ക് ശ്രീജ. മാം, ഇത് അരുണിന് കൊടുക്കണം. എൻ്റെ വക ഒരു വെഡിങ് ഗിഫ്റ്റ്. വരട്ടെ. Excuse me. Yes? Tell me.
നോ, എനിക്കൊഴിയാൻ താല്പര്യമില്ല. എന്തുകൊണ്ട്? എന്താണ് റീസൺ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. മനസ്സുകൊണ്ട് മാല ചാർത്തിയ പെണ്ണല്ല നീ. ഞാൻ തന്ത്രപൂർവം വിലയ്ക്ക് വാങ്ങിയതാ നിന്നെ. അറിയാം, മനസ്സിലായി. പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ പിന്നാലെ നടക്കുന്ന നിങ്ങളുടെ ഭാര്യപദം അലങ്കരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനുത്തരവാദി നീയാ. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ എന്നെ ഒരു ഭർത്താവായി നീ കണ്ടിട്ടില്ല. എന്തിന്? സ്നേഹത്തോടൊരു വാക്ക്. പിരിയാൻ ഒരു കോടതിയുടെ ഒത്താശ എനിക്ക് വേണ്ട. എന്നേ ഞാൻ നിന്നിൽ നിന്നും മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞു. മോഹിച്ചതെന്തും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ പോലും നിന്നെ മോഹിക്കാത്തവരില്ല. അന്ന് നീ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാ നീ ജീവന് തുല്യം സ്നേഹിച്ച ഹരിഗോവിന്ദനെ ഞാൻ കൊന്നേ. നിന്നെ യാത്രയാക്കി ബൈക്കിൽ തിരിച്ച് തനിയെ പോകുന്ന ഹരിഗോവിന്ദനെ പോലീസ് ജീപ്പ് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചു. മരണസമയത്ത് ദൈവത്തെ വിളിക്കേണ്ടതിന് പകരം അപ്പോഴും അവൻ വസുന്ധരയെന്നാ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മരിക്കുന്നത് വരെ ജീപ്പ് അവന്റെ ശരീരത്തോടെ കയറ്റി ഇറക്കി. ഈ 2 ഗ്രാം താലിയുടെ ബലത്തിലാണ് നിങ്ങൾ എന്നെ തളച്ചിടാൻ ശ്രമിക്കുന്നെങ്കിൽ ഇത് ഇന്ന് ഇവിടെ വെച്ച് എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കുന്നു. മേലിൽ എന്റെ പിന്നാലെ വരരുത്. വെറുതെ അങ്ങ് നടന്ന് വന്നാൽ മതി. ഇങ്ങോട്ട് വന്ന് നടന്ന് വാങ്ങട്ടെ. മനുഷ്യനെ മെനക്കെടുത്താട്ട് ഉയർത്തി. എന്തൊരിത് ഇവിടെ കുഴിയൊക്കെ കൊണ്ട് സൂക്ഷിച്ചടക്കണം കേട്ടോ. പിന്നെ ഗോമതിയമ്മേ, ഈ പൊരി വെയിലത്ത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അതൊന്നും എനിക്കിഷ്ടമല്ല. വണ്ടിയിലോട്ട് കയറാം. പോയി വണ്ടിയിലോട്ട് കയറാൻ. അതെ, നീ ഫ്രണ്ടിൽ കയറിക്കോ. മോളെ ഗോമതിയമ്മേ, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള്? അത് ആഹാ, മോളെ, മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഗോമതിയമ്മ ഒരു പരാതി എന്നാൽ ഏതെങ്കിലും SI കോൺസ്റ്റബിളിനെ വിട്ട് അന്വേഷിപ്പിച്ചാൽ പോരാ. ഗോമതിയമ്മയുടെ ഏത് പരാതിയും ഞാൻ നേരിട്ട് അന്വേഷിക്കും. അങ്ങനെയല്ലേ വേണ്ടത്. എന്താ വസന്തയുടെ അഭിപ്രായം? സാറേ, ആ പശുപല, നീ രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ. ചെറുത് അത്രേ ഉള്ളു. എന്തിന്റെ കുറവുണ്ടായിട്ടാ അവൾ എന്നോട് ഈ ചതി ചെയ്തത്? നോക്കിക്കോ, എന്നെങ്കിലും ഒരു നാൾ ആ ഓട്ടോസുനി എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അവനെ കുത്തി മലത്തും. ഈ പശുപാലനാ പറയുന്നത്. നിയമമൊന്നും നീ കയ്യിലെടുക്കണ്ട. അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാർ ഇവനെ ഒന്ന് ഉപദേശിക്കണം. ഇവന്റെ ഈ നശിച്ച കുടിയായ എല്ലാത്തിനും കാരണം. സാറ് പറഞ്ഞ ഒരു തുള്ളി ഞാൻ കുടിക്കത്തില്ല. അത് സാറാണ് സത്യം. വസന്ത പഠിച്ച കുട്ടിയല്ലേ, പിന്നെന്താ ഏട്ടനെ പറഞ്ഞ് തിരുത്താത്തെ? സാർ എന്തായാലും ഇത്തരം വന്ന സ്ഥിതിക്ക് വീട്ടിലോട്ടൊന്ന് വരണം. അല്ലെങ്കിൽ സാർ ഞാൻ വിടൂല.
എനിക്കറിയാം സാറ് വരുമെന്ന്. സാറ് വരണം വരണം വരണം. അയ്യോ കട്ടക്കിടാ. പിന്നീട് ഒരിക്കലാവട്ടെ. എന്താ വസന്ത? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇന്നല്ല, പിന്നീടൊരിക്കൽ, താമസിയാതെ. ഓക്കെ. ആ ഗുഡ് ഈവനിങ് മാഡം. ഇരിക്കും. ഗുഡ് ഈവനിങ് മാഡം. ഇരിക്കാനല്ലേ? ഗുഡ് ഈവനിങ്. അല്ല, വസുന്ധര മാഡം ലീവിലാണോ? അല്ല, സ്വന്തം ഭർത്താവ് DYSP സത്യശീലൻ സാറാണ് മാഡത്തിൻ്റെ കസിനായിരുന്ന ഹരിഗോവിന്ദനെ കൊന്നതെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരുമിച്ചൊരു ജീവിതം അയാളുമായി വസുന്ധര മാഡത്തിന് സാധ്യമാവൂ? ഇതിനൊക്കെയുള്ള മറുപടി മാഡം അല്ലേ പറയേണ്ടത്? മാഡത്തിന്റെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, വിളിച്ച് ചോദിക്കൂ. മാഡത്തിൻ്റെ റൈറ്റ് ഹാൻഡ് ആണല്ലോ ശ്രീജ മാഡം. മാഡത്തിന് അസിസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഫാമിലി മാറ്ററിലൊന്നും ഞാൻ ഇടപെടാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. വസുന്ധര മാഡത്തിൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ ശ്രീജയും? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. മനുഷ്യത്വം ഇത്തിരി കുറവാ. അല്ല, ഇയാളിരിക്കും. എന്തായാലും കേസ് ഫയൽ ചെയ്തു, ഹിയറിംഗും തുടങ്ങി. വസുന്ധരയും സത്യശീലനുമായുള്ള ബന്ധത്തിൽ കുട്ടികളൊന്നുമില്ല? അല്ല, അപ്പോൾ പിന്നെ പയ്യനോ? സാർ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ മരിച്ച യുവാവിൻ്റെ കുട്ടിയാ വസുന്ധരയുടെ മകൻ അരുൺ. ആഹാ, ഏതായാലും മീഡിയക്കാർക്കൊരു വാർത്ത. സർ. യെസ്, കം ഇൻ. സർ, ഒരു ഫാക്സ് ഉണ്ടായിരുന്നു. എന്താ? അത് നേരിട്ട് എത്തിക്കണമെന്ന ഓർഡർ. സസ്പെൻഷൻ. ഇത് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞതാ. ഒരു സില്ലി മാറ്റർ. താമസിക്കോ സർ. പൊടി ഉണ്ട കണി. എന്റെ ടെറ്റിസിലാ നിന്റെ നോട്ടം. നിന്റെ ഉണ്ട കണിയാ കുത്തുപൊട്ടിക്കും. വീഴട്ടെ വീഴട്ടെ. 24 മണിക്കൂർ ഇത് തന്നെ ചെയ്തോണ്ടിരുന്നു. നിന്റെ കൂമ്പ് വാടിപ്പോകും. അയ്യോ, ഈ ശരീരം കണ്ടിട്ട് നിങ്ങൾക്കത് എങ്ങനെ പറയാൻ തോന്നുന്നു? ഇതിനകത്ത് കൂമ്പൂല്ല കരളൂല്ല. ഉള്ളതൊക്കെ എവളുടെ തള്ള അടുത്തോണ്ട് പോയി. അനാവശ്യം പറയാതെ എഴുന്നേറ്റ് പോടാം. ഒന്നാമത്തെ അടിച്ചാൽ എവിടുന്ന് സാധനം ഒപ്പിക്കാന്നോ? തള്ളേ, എന്നെ ദ്രോഹം കാണിക്കരുത്. എടഞ്ഞാ ഞാൻ പോടാ വെളിയില്. നോക്കിക്കോ, ഇന്ന് നിങ്ങളെ ഞാൻ ആഹാ, നോക്കിക്കോ, നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഇനി തള്ളയെ കൊല്ലും. ബഹളം വയ്ക്കാതെ. ഓഹോ, അപ്പോ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലേ? നിങ്ങൾ തല്ലോണ്ടോടാ, തല്ലറാ തല്ലറാ അമ്മച്ചി. എന്താ ഇവിടെ? എന്താ ഇത്? പോ പോ പോ, പൊയ്ക്കോ പൊയ്ക്കോ. അവരെന്നെ തല്ലി സാർ. അമ്മ, ഇതാരാ വന്ന് നോക്കമ്മ. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ആ, സ്കൂളിൽ പോണം, പഠിക്കണം, നല്ല മിടുക്കി കുട്ടിയാവണ്ടേ? പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുമോ സാറേ? എവളവളുടെ അമ്മയുടെ തനി പകർപ്പാ. നന്ദിയില്ലാത്ത വർക്കുകളാ സാറേ. അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ? ആ ഓട്ടക്കാരൻ ഒളിച്ചോട്ട് പോവോ സാറേ? അവൾ എന്നെ ഓർത്തോ സാറേ? ഈ കുഞ്ഞിന്റെ മുഖം ഓർമ്മ ഉണ്ടെങ്കിൽ അവൾ ഇറങ്ങി പോവോ സാറേ? എന്റെ മുഖം ഓർത്തോ? എന്നെ ഓർത്തിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ സാറേ?
നിക്ക് സാറാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. അയ്യോ സാറേ വണക്കം. നന്ദി 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 നന്ദി. ദൈവമേ, ഇന്ന് 1-ാം തീയതിയായിട്ട് ഇനി പട്ടാളക്കാരെ രക്ഷയുള്ളൂ. ആ സാറേ, അകത്തേക്ക് വന്നിരിക്കാം. ഓ വരാം, പിന്നെന്താ. വാ സാറേ, ഇരിക്കണം. ഇത്രയും സൗകര്യമൊക്കെ ഇവിടെ ഉള്ളൂ. അതൊന്നും സാരമില്ല. അയ്യോ, ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ടാവും. ഇപ്പം ഞാനില്ലേ നിങ്ങളുടെ സഹായത്തിന്, അല്ലേ മോളെ? ആ സാറേ വസന്തി ഉള്ളൂ. എന്തി? അവള് പുറത്ത് പോയിരിക്കുക. ഇപ്പൊ ഇഞ്ഞു വരും. പോയാ? ആ അതെ സാറേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഒന്നും വേണ്ട. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ആയിക്കോട്ടെ. ആ താങ്ക് യു. ഓ വാ മോളെ. ആ മുറി കൊള്ളാലോ. സാർ, ഇരിക്കും സാർ. ഇത് വസന്തിയുടെ ബെഡ്റൂമാണോ? അതെ, എങ്ങനെ മനസ്സിലായി? നിന്നെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. വായിരിക്കെ. നല്ല സോഫ്റ്റ് കൈ, പഞ്ഞി പോലെ. നല്ല ചൂട്. ഫാൻ ഇട്ടാലോ? അത് കംപ്ലൈന്റ് ആണ് സാർ, കേടായിപ്പോയി. ഞങ്ങള് പാവങ്ങളല്ലേ സാർ? ശോ, എന്താ വസന്ത ഇത്? പാവങ്ങൾക്കും പണക്കാർക്കും ശയനസുഖം ഒരുപോലെയല്ലേ? വസന്ത, ക്ഷണികമാണ് ഈ ജീവിതം. അത് ആസ്വദിക്കുക തന്നെ വേണം. വേണ്ടേ? നല്ല കണ്ണ, ബ്യൂട്ടിഫുൾ ഐസ്. നീ അന്ന് ഓഫീസിൽ വന്നില്ലേ? അന്നത്തെ ആ നോട്ടം, നിന്റെ ആ ചിരി. പിന്നീടുള്ള രാത്രികളിൽ എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ നോക്കുന്നില്ല. അത് തന്നെ വസന്ത, നിന്നെ എനിക്ക് വേണം സ്വന്തമായി. തരക സാറേ, എന്തു പറ്റി? കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. വരിക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോവുക. ഇവിടെ ഒരു പള്ളി വികാരി ഉണ്ടെന്നോ പള്ളി കമ്മിറ്റി ഉണ്ടെന്നോ എന്നൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. പള്ളി കമ്മിറ്റി സെക്രട്ടറി തന്നെ ഇങ്ങനെ കാണിച്ചാൽ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണോ? അച്ചോ, അച്ഛനെ കാണണമെന്നും പള്ളി കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഡ്വക്കേറ്റ് വസുന്ധരയുടെ മകനുമായി തൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞതൊക്കെ ഇവിടെ അറിഞ്ഞിരുന്നു. തരകൻ എന്ന ഇത്ര വലിയ വിശാല മനസ്കനായത്. എന്റെ അനുജനെ കുറിച്ച് എന്തിന് എനിക്കിപ്പോ വലിയ അഭിമാനമാണുള്ളത്. തരകൻ ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഒരു പ്രണയകഥയിലെ ദുരന്ത നായിക. ആർക്കോ വേണ്ടി ജീവിതം ഹോമിച്ച് അനുജന്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആലീസ്.
ഇതിലും നല്ലത് കർത്താവിൻ്റെ മണവാട്ടിയാവുകയായിരുന്നു. അച്ചോ, എന്റെ പെങ്ങളുടെ ഏതൊരു ആഗ്രഹവും ഈ തരകൻ സാധിച്ചു കൊടുത്തിട്ടേയുള്ളൂ, ഒന്നൊഴിച്ച്. അവൾ ഇഷ്ടപ്പെട്ട പുരുഷനെ ആ സമയത്ത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഭർത്താവില്ലെങ്കിലും എന്റെ സഹോദരി കുന്നേൽ തരകന്റെ സഹോദരിയാണെന്ന് പറയുന്നതാണ് അച്ചോ എനിക്ക് അഭിമാനം. കർത്താവിന്റെ മണവാട്ടികളായ സഹോദരിമാർ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുന്നേൽ തരകന്റെ സഹോദരി എന്ന് പറയുന്നതാ എനിക്ക് അഭിമാനം. ആയിക്കോ, സഭയെയും സഭക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നേറാൻ കഴിയുമോ തരകന്? അച്ചോ, ഈ വയസ്സുകാലത്തെങ്കിലും എന്റെ ഇടുങ്ങിയ മനസ്സിലേക്ക് അല്പം വെളിച്ചം പകർന്നു തന്നത് എന്റെ മകളാ. കുറെ അനാഥ കുട്ടികൾക്ക് വെച്ച് വിളമ്പിയത് കൊണ്ടോ പള്ളിപ്പെരുന്നാൾ ആർഭാടമാക്കിയത് കൊണ്ടോ ഒന്നും ആയില്ല അച്ചോ. ക്രിസ്തുരാജൻ പറയുന്നത് പോലെ സഹജീവികളുടെ സങ്കടം മനസ്സിലാക്കുന്നവനെ മനുഷ്യനാവും. ഞാനൊരു ശ്രമം നടത്തി നോക്കുക, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. സഭയെയും സഭക്കാരെയും ഒക്കെ നിലനിർത്തുന്നത് തന്നെ ഞങ്ങളെപ്പോലുള്ളവരല്ലേ. ആ എന്നെ ഒഴിവാക്കാൻ ഏത് സഭക്കാരാ മുന്നോട്ട് വരിക? കർത്താവിന് നിരക്കുന്നതാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടച്ചു. മുമ്പൊക്കെ കാട്ടിക്കൂട്ടിയത് കർത്താവിന് നിരക്കാത്ത തെറ്റുകളാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇനി മനുഷ്യർക്കിടയിൽ മനുഷ്യനായി ജീവിക്കണം. ഞാനും അച്ഛനും ഒന്നും ജനിച്ചു വളർന്ന ചുറ്റുപാടല്ല ഇന്ന്. ഞാനത് മനസ്സിലാക്കാൻ അല്പം വൈകി. ഒരു സഭയ്ക്കെന്നല്ല, എല്ലാ സമുദായങ്ങൾക്കും സംഘടനകൾക്കും ഇനി എന്നും തരകന്റെ സഹായമുണ്ടാവും. ഇത് കുന്നേൽ തരകന്റെ വാക്കല്ല, ഒരു മനുഷ്യസ്നേഹിയുടെ ഉറച്ച തീരുമാനമാണ്. തിരക്കുണ്ട്, വരട്ടെ. എന്റെ ശ്രീജാ മാഡം, കോടതിയിലെ വസുന്ധരാ മാഡത്തിന്റെ പ്രോസും പ്രകടനയെ കണ്ടപ്പം ഞാൻ കരുതി DYSP അഴിക്കുള്ളിലായെന്ന്. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായേ? വക്കീലാണെങ്കിലും പോലീസാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പെണ്ണെന്നും ഒരു പരാജയമാണ്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതൊക്കെ സാറിന്റെ തോന്നല. ഒന്നുമല്ല എൻ്റെ ശ്രീജാ മാഡം, അതാണ് സത്യം. കേസും വിസ്താരവും ജഡ്ജിമെന്റും ഒക്കെ ഇവിടെ പതിവല്ലേ. പിന്നെ ഈ കേസിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഞാൻ കേൾക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനമെങ്കിൽ അത് വേണ്ട സാർ. ഗോമതിയമ്മ വിളിക്ക്. അവരും കൊച്ചുമോളും പശുവാനും കൂടി ഇന്നലെ കൊടുങ്ങല്ലൂർ പോണത് ഞാൻ കണ്ടതാ. അവരെത്തിയിട്ടില്ല. അകത്ത് നോക്കാലോ. എന്നാ കേറി നോക്കാം. വിളിക്ക് വിളിക്ക്. ഇതേ എന്റെ വീടാ. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അതൊക്കെ തിരക്കാൻ നീയൊക്കെ ആരാ? മാനം മര്യാദയായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. ആരാടാ ഈ മര്യാദക്കാര്? എന്തു വേണം? എന്നാ കേട്ടോ, ഇവളിപ്പോ എന്റെ പെണ്ണാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ. നിന്റെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നീയൊക്കെ നോക്കിയാ മതി. ഇവിടെ ഞാൻ നോക്കിക്കോളാം. പോടാ അവിടുന്ന്. നീ വാടി മോളെ. കുറെ സദാചാരക്കാരിറങ്ങിയേക്കുന്നു. വാ. എന്താണ് സാറേ, കുന്നേൽ തരകന്റെ ഈ പീറ പെണ്ണെ കണ്ടപ്പോ നീ എന്നെ അങ്ങ് മറന്നോ? ഓ, മധുവിധു ആഘോഷിക്കുമായിരിക്കും. ഈ പാർക്കിലൊക്കെ വന്നിട്ട് എന്തോ സുഖം കിട്ടാനാടാ? വല്ല അമേരിക്കയിലോ ലണ്ടനിലോ അറ്റ്ലീസ്റ്റ് ഗോവയിലെങ്കിലും പൊയ്ക്കൂടെ? നിന്റെ മമ്മിയുണ്ടല്ലോ, മംഗലത്ത് വസുന്ധര, അവളെന്നെ അഴിയെണ്ണിക്കാൻ നടക്കുക. ഇപ്പൊ നിന്റെ അമ്മായി അച്ഛൻ
ആ കുന്നേൽ ക്നാപ്പന്റെ സഹായം കൂടി ആയപ്പോ നിന്റെ തള്ള ഒരടി ഒന്ന് പൊന്തി. അരുൺ വാ, ഈ വഴി കാണുന്നവരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? എടി കൊച്ചേ വാ. സ്വന്തം തന്തയാരെന്ന് അറിയിക്കാതെ ദേ ഇവനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് ഈ ഞാനാ. ആ ഒരൊറ്റ കൺസിഡറേഷൻ കൊണ്ടാ നിനക്കിവനെ കിട്ടിയത്. വേണ്ടായിരുന്നെങ്കിൽ കുഞ്ഞുനാളിൽ ഇവനെ തീർത്ത് കളയായിരുന്നു. എന്നെ ആദ്യമായിട്ട് ഡാഡി എന്ന് വിളിച്ചത് ഇവനാ. എന്ന് വെച്ച് എന്നെ തകർക്കാനാണ് ഭാവമെങ്കിൽ ഒന്നോടെ നശിപ്പിക്കുമെന്ന് നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. കേട്ടോടി, പൊയ്ക്കോ. എന്താടാ നോക്കിയിരിക്കുന്നേ? ലിൻസി കേറ. ഓടാ, കൊഞ്ഞനം കുത്തി കളിക്കുന്നു. നീ എന്തെങ്കിലും നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല, സാറ് കഴിക്കേ. ഒഴിച്ചതാ. നിന്റെ കൈ കൊണ്ട് ഒഴിക്കുന്ന എനിക്ക് സന്തോഷം. ഒഴിക്കേ. എന്താ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല? ഇല്ല. ആ, സാറ് കുടിക്കേ. ഇത് എന്റെ ചെരുപ്പ് ഇതല്ല, പിന്നെ ആരുടെ ഈ ചെരുപ്പ്? ആരുടെ അടി? എനിക്കറിയില്ല. അറിയില്ല? ഇതെവിടുന്നാ? സാറ് കുടിക്കേ. കുറച്ച് വെള്ളം ഒഴിക്കടി. മതിയോ? അത് ഏതവനടിയാ പോയത്? അത് എന്റെ അപ്പച്ചിയുടെ മോനാ. ആ, അവനെന്താടി ഇവിടെ ഈ രാത്രിയില്? അത് പിന്നെ പിന്നെ അപ്പൊ ഞാനില്ലാത്തപ്പോ പച്ചുപിടിക്കാരൊക്കെ ഉണ്ടല്ലേ? കൊള്ളാം. അപ്പോ നീ രമയെ കടത്തി വിട്ടും. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാരാ? നിനക്കറിയില്ലേ മോളെ, ഈ ഞാൻ ആരാണെന്ന് നിനക്കറിയോ വസന്തേ? കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഒഴുത്ത് ഞെരിച്ചു ഒന്നുകൂടെ ഞാൻ. എന്നോട് അവളുടെ ഒരു കളി. വസന്തേ, വസന്തേ,
വസന്തേ 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 ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ഡിവൈഎസ്പി സത്യശീലൻ അറസ്റ്റിൽ ഡിവൈഎസ്പി സത്യശീലൻ അറസ്റ്റിൽ ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത ചേച്ചി ചൂടുള്ള വാർത്ത ഡിവൈഎസ്പി സത്യശീലൻ അറസ്റ്റിൽ. പിന്നെ 26-ാമത്തെ കേസിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഉണ്ടല്ലോ. നമസ്കാരം. നമ്മുടെ വസന്ത കൊലക്കേസിന്റെ പ്രസന്റ് കണ്ടീഷൻ. സാക്ഷികളൊക്കെ സ്ട്രോങ്ങാ. സത്യശീലൻ സാറിന്റെ കാര്യത്തിൽ ചിലപ്പോൾ തീരുമാനമായേക്കും. ഈ കേസിൽ നിന്ന് ഊരിപ്പോകാമെന്നൊന്നും ആരും കരുതണ്ട സാറേ. ഇതയാൾ ചോദിച്ചു വാങ്ങി. അതെ അതെ. എന്തും ചെയ്യാവുന്നൊരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് അയാൾക്ക് വിനയ ഭവിച്ചത്. ഞാനും മേലുദ്യോഗസ്ഥന്റെ ആജ്ഞ അനുസരിച്ച് ചിലതൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് മറ്റുള്ള പോലീസുകാർക്കൊക്കെ ഒരു പാഠമാണ്. അതെ അതെ അതെ. ഓരോരുത്തരും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അത് കർമ്മഫലം അല്ലേ. വരട്ടെ. ആയിക്കോട്ടെ. ആ പിന്നെ പറഞ്ഞു വന്ന മറ്റേ You can proceed. യെസ് യുവർ ഓണർ. ഈ നിൽക്കുന്ന പ്രതിയെന്ന് ആരോപിക്കുന്ന സത്യശീലൻ സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ്. മാത്രമല്ല നിരവധി ക്രിമിനൽ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ നിൽക്കുന്ന സത്യശീലൻ എന്ന് ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണം. യെസ് യുവർ ഓണർ, കണക്കിലെടുക്കണം. ഇയാളുടെ ബയോഡേറ്റ കോടതി സമക്ഷം ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. Yes, continue. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിസ്താരം നടക്കുന്നു. കുറെ കള്ളസാക്ഷികളെ ഹാജരാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഒരാളെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Yes, proceed. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ മോളുടെ പേര്? ശ്രീകുട്ടി. മോക്ക് ഈ നിൽക്കുന്ന അങ്കിളിനെ അറിയുമോ? അറിയാം. എങ്ങനെ? എൻ്റെ അമ്മായി അങ്കിളിന്റെ വീട്ടിലെ ജോലിക്ക് നിന്ന്. ഇപ്പൊ മോളുടെ അമ്മ എവിടെ ഇല്ലേ? അമ്മ എവിടുന്ന് പോന്നു. അതെന്താ? എന്താന്നറിയില്ല. യുവർ ഓണർ, ഈ കുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് വിശദമായ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇയാളുടെ പീഡനത്തിന് ഇരയായിരുന്നു ഇവളുടെ അമ്മ. അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കരുതി കൂട്ടി എന്നെ പ്രതിയാക്കാൻ ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ച വാചകങ്ങളാണിത്. ഈ പറയുന്നതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഓഫീസർ ഓഫീസർ എന്ന പദത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ഡിവൈഎസ്പിയെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മാറിവരുന്ന രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടി കാപട്യവും വഞ്ചനയും കൈമുതലാക്കിയ ഒരു നികൃഷ്ട ജന്മത്തിന് ഉടമയാണ് ഇയാളെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. എന്താ മോളുടെ പേര്? ശ്രീകുട്ടി. ഈ നിൽക്കുന്ന അങ്കിളിന്റെ മോൾക്ക് അറിയാമോ? അറിയാം. മോടെ അമ്മയും ഈ അങ്കിളും തമ്മിൽ? ഒബ്ജക്ഷൻ യുവർ ഓണർ. കുട്ടിയുടെ അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കണം. യുവർ ഓണർ, ഇയാള്
എന്തെങ്കിലും പറയാനുണ്ടോ? ഈ അങ്കിൾ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്കിള് തള്ളിയപ്പോ താഴെ വീണാൻ ആന്റി മരിച്ചു. ആന്റി 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 ഈ അങ്കിളാ എന്റെ ആന്റിയെ കൊന്നേ. ഈ കേസ് വിധി പറയുന്നതിനായി നവംബർ 16-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന പ്രതി സത്യശീലൻ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ IPC 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുന്നു. ഈ വിധി നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. ഒരുപാട് പേരുടെ ശാപം. പക്ഷേ ഞാനിത് ആഗ്രഹിച്ചതല്ല. നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത വഴി. കുറേ കാലം കൂടെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് വേദനയുണ്ട്. എങ്കിലിപ്പോൾ ആ വേദനയിലും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരില്ല എന്നോർത്ത് ഒരുപാട് ദ്രോഹിച്ചതിന് നന്ദി. ഗുഡ് ബൈ. മാനത്തുനമ്പിളി പെണ്ണ് വന്ന് ചാരത്ത് നിൽക്കണ പോലെ